അധികം വൈകാതെ തന്നെ ആ ദിനം വന്നെത്തി. ന്യൂകാസിൽ വേഴ്സസ് ലിവർപൂൾ കളി കാണുവാനായി ഗ്ലെൻഫോയും റോസും അവളുടെ അമ്മയും വന്നെത്തി. അങ്ങനെ ആ മത്സരം ആരംഭിക്കുന്നു. സാന്റിയാഗോ തന്റെ ടീമിനൊപ്പം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അവന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു അത്. തന്റെ അച്ഛന് വേണ്ടി ഇന്ന് മികച്ച രീതിയിൽ തന്നെ കളിക്കണമെന്ന് സാന്റിയാഗോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഇതേ സമയം സീസറും മുത്തശ്ശിയും ചേർന്ന് ലോസ് ആഞ്ചലസിലെ ഒരു ക്ലബ്ബിൽ കളി കാണുവാനായി കയറി. അവിടെ കൂടുതലായി ഉണ്ടായിരുന്നത് ലിവർപൂൾ ഫാൻസ് ആയിരുന്നു. ഇന്നത്തെ കളിയിൽ രണ്ട് ടീമിനും വിജയം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ കളി തന്നെ നടന്നു. തുടക്കം മുതലേ ശക്തമായ പോരാട്ടം. കളി തുടങ്ങിയ അല്പസമയത്തിനുള്ളിൽ തന്നെ ഗെവിൻ ഹാരിസ് ഹെഡറിലൂടെ ഒരു മികച്ച ഗോൾ തന്നെ സ്വന്തമാക്കി. ന്യൂകാസിലിന്റെ കാണികൾ ആരവം മുഴക്കി. ഗെവിൻ ഹാരിസ് തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലിവർപൂളും മറുപടിയായി ഗോൾ അടിച്ചിരിക്കുന്നു. ഇപ്പോൾ കളി സമനിലയിലേക്ക് പോയി. കളി സമനിലയായാലും ലിവർപൂൾ ആയിരിക്കും യോഗ്യത നേടുക. ന്യൂകാസിലിന് ഒരു ഗോൾ നേടുക അനിവാര്യമായിരുന്നു. ഇനി 3 മിനിറ്റ് കൂടെ മാത്രമേ കളിയുണ്ടാകൂ എന്ന് റഫറി അറിയിച്ചു. ന്യൂകാസിൽ ആരാധകരിലും മാനേജറിലുമെല്ലാം ധാരാളം ടെൻഷൻ ഉടലെടുത്തു തുടങ്ങി. കളി ജയിക്കാനാകുമോ? യൂറോപ്യൻ ലീഗിലേക്ക് മത്സരിക്കാൻ സാധിക്കുമോ? ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരഞ്ഞെടുക്കുമോ? നിരവധി ചോദ്യം അവരുടെ മനസ്സിൽ നിറഞ്ഞു. ന്യൂകാസിൽ ക്ലബ് ഭംഗിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സാന്റിയാഗോ തന്റെ കയ്യിൽ കിട്ടിയൊരു ബോളുമായി വളരെ വേഗത്തിൽ എതിർ ടീം പോസ്റ്റിലേക്ക് കുതിച്ചോടാൻ തുടങ്ങി. ആകാംക്ഷയോടെ കാണികൾ അവന്റെ നീക്കങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഗോൾ പോസ്റ്റിന് അടുത്തെത്തിയപ്പോൾ അവൻ ആ ബോൾ ഗെവിൻ ഹാരിസിന് പാസ് ചെയ്തു കൊടുത്തു. പെനാൽറ്റി ബോക്സിന് തൊട്ടു മുമ്പിൽ വെച്ച് ഒരു ഡിഫൻഡർ അവനെ ഫൗൾ ചെയ്തു വീഴ്ത്തി. ന്യൂകാസിലിന് അനുകൂലമായി റഫറി ഒരു ഫ്രീ കിക്ക് അനുവദിച്ചു. ഗെവിൻ ആ ഫ്രീ കിക്ക് എടുക്കാനായി ബോൾ സാന്റിയാഗോയ്ക്ക് നൽകി. ഒരു ക്ലബിന്റെ വിജയം അവന്റെ ഫ്രീ കിക്കിൽ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. സാന്റിയാഗോ തന്റെ മുത്തശ്ശി തന്ന മാലയെടുത്ത് ഒന്ന് ചുംബിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി. വിസിൽ കേട്ടതും സാന്റിയാഗോ കിക്കെടുക്കുന്നു. ഫുട്ബോൾ വലിയ വേഗത്തിൽ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. അതിമനോഹരമായ ഒരു മഴവിൽ ഗോൾ. ന്യൂകാസിലിന് വേണ്ടി സാന്റിയാഗോയുടെ ആദ്യത്തെ ഗോളായിരുന്നു അത്. അതെ, ന്യൂകാസിലിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഗോൾ. എല്ലാവരും ആവേശത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. സാന്റിയാഗോയുടെ പേര് കളി കണ്ടു നിന്നവർ ഉറക്കെ പാടി. ആവേശത്തിൽ കളി കണ്ടുനിന്ന മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെന്റെ പേരക്കുട്ടിയാണ്, ഇതവന്റെ അനിയനും. ക്ലബ്ബിൽ കളി കണ്ടുകൊണ്ടിരുന്ന ന്യൂകാസിൽ ആരാധകനായ ഒരാൾ മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്ക് അവന്റെ അച്ഛനെ അറിയാം, ഞങ്ങൾ കണ്ടിരുന്നു. ആശ്ചര്യത്തോടെ മുത്തശ്ശി അയാളെ നോക്കി. കഴിഞ്ഞ മത്സരം അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരുന്നാണ് കണ്ടതെന്ന് മറ്റൊരു ന്യൂകാസിൽ ആരാധകൻ പറഞ്ഞു. അദ്ദേഹം വല്ലാതെ സന്തോഷിച്ചിരുന്നു അന്ന്. ഇത് കേട്ട സീസർ അത്ഭുതത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്നോ? മുത്തശ്ശിക്ക് സന്തോഷം അടക്കാനായിരുന്നില്ല. കളി കഴിഞ്ഞ് ഗ്ലെൻഫോയ് സാന്റിയാഗോയുടെ അടുത്തേക്ക് എത്തി. ഈ സമയം മുത്തശ്ശി ഗ്ലെൻഫോയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം അത് സാന്റിയാഗോയ്ക്ക് കൈമാറി. മുത്തശ്ശി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞു, സാന്റിയാഗോ, ഞങ്ങൾ നിന്റെ കളി കണ്ടിരുന്നു. ഞങ്ങളെ ഗ്ലെൻഫോയുടെ മകളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാനും നിന്റെ അനുജനുമുണ്ട്. നീ നന്നായി കളിച്ചു. അതുമാത്രമല്ല, നിന്റെ അച്ഛനെപ്പറ്റി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. സാന്റിയാഗോ വളരെ സന്തോഷത്തോടെ ആ വാർത്ത കേട്ടു. സ്റ്റേഡിയത്തിലോട്ട് തിരികെ നടക്കുകയായിരുന്ന ഗ്ലെന്നിനെ സാന്റിയാഗോ തിരികെ വിളിച്ചു. ശേഷം വിഷമത്തിൽ ഇടറിയ വാക്കുകൊണ്ട് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഗ്ലെൻ,